സക്സസ് ഫയലിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളുടെ ഒരു ക്വിക്ക് റിവിഷനാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട. മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം. മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഇക്തിയോളജി. കേരളത്തിൽ ആദ്യ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം. കേരളത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത് ഏത് വർഷമാണ്? 1957. 1957. ഒരു ഉരുക്കുസൂചി ചുട്ടുപഴുപ്പിച്ച ശേഷം വായുവിൽ സാവധാനം തണുപ്പിക്കുന്ന രീതി. ഒരു ഉരുക്കുസൂചി ചുട്ടുപഴുപ്പിച്ചതിന് ശേഷം വായുവിൽ സാവധാനം തണുപ്പിക്കുന്ന രീതിയാണ് അനീലിംഗ്. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഇരുമ്പ്. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം സംഭവിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ഏതൊക്കെയാണ്? മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ. ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ. ജൈവമണ്ഡലം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ ഭാഗം. ജൈവമണ്ഡലം ട്രോപ്പോസ്ഫിയർ ആണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ദാദാബായ് നവറോജിയാണ്. ദാദാബായ് നവറോജി. മസ്തിഷ്ക ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? മസ്തിഷ്ക ചോർച്ച സിദ്ധാന്തം ദാദാബായ് നവറോജി. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കൊൽക്കത്തയാണ്. കൊൽക്കത്ത. ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗവിദ്യ അഭ്യസിപ്പിച്ചത് ആര്? ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗവിദ്യ അഭ്യസിപ്പിച്ചത് തൈക്കാട് അയ്യയാണ്. തൈക്കാട് അയ്യ. SNDPയുടെ മുൻഗാമിയായി അറിയപ്പെടുന്ന സംഘടന ഏത്? SNDPയുടെ മുൻഗാമിയായിട്ട് അറിയപ്പെടുന്ന സംഘടന വാവൂട്ട് യോഗമാണ്. വാവൂട്ട് യോഗമാണ് SNDPയുടെ മുൻഗാമിയായിട്ട് അറിയപ്പെടുന്ന സംഘടന. സൂര്യൻ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ള ദിവസം. സൂര്യൻ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ള ദിവസം ജൂലൈ 4 ആണ്. ജൂലൈ 4. അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദി ഏതാണ്? അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദിയാണ് ശിരുവാണി നദി. ശിരുവാണി നദി അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദി. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഡോക്ടർ BR അംബേദ്കർ തന്റെ അവസാന പ്രസംഗത്തിൽ യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയൊക്കെയാണ്? ആരാണ്? BR അംബേദ്കർ തന്റെ അവസാന പ്രസംഗത്തിൽ യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയാണ് യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്. കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രിയായിരുന്നത് ആരാണ്? R. ശങ്കർ ആണ്. R. ശങ്കർ. R. ശങ്കർ ആരംഭിച്ച പത്രം ഏതാണ്? R. ശങ്കർ ആരംഭിച്ച പത്രമാണ് ദിനമണി എന്നത്. ദിനമണി എന്നത് R. ശങ്കർ ആരംഭിച്ച പത്രം. ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ. ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടനാണ് PJ ആന്റണി. PJ ആന്റണി. വീണപ്പൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? വീണപ്പൂവ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് മിതവാദി പത്രത്തിലാണ്. മിതവാദി പത്രം. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ്? സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്തത് സഹോദരൻ അയ്യപ്പൻ. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തെരഞ്ഞെടുത്ത വർഷം. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായിട്ട് യുനെസ്കോ തെരഞ്ഞെടുത്തത് 2012 2012. കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ ഭേദഗതികൾ പരിശോധിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? ഏത് റിപ്പോർട്ടിലെ ഭേദഗതികളാണ്?
കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ ഭേദഗതികൾ പരിശോധിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ. പത്രത്തിൻ്റെ പേര് ഇന്ത്യൻ ഒപ്പീനിയൻ. ആരംഭിച്ചത് ഗാന്ധിജിയാണ്. എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിലാണ്. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആര്? ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി വിനോബ ഭാവെയാണ് ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്ന് അറിയപ്പെടുന്നത്. നോബൽ സമ്മാനം നിലവിൽ വന്ന വർഷം? നോബൽ സമ്മാനം 1901 നോബൽ സമ്മാനം നിലവിൽ വന്നത്. 1901. ഇന്ത്യയിൽ മുഖ്യമന്ത്രി പദത്തിലെത്തിയ ആദ്യത്തെ വനിത ആരാണ്? ഇന്ത്യയിൽ മുഖ്യമന്ത്രി പദത്തിലെത്തിയ ആദ്യ വനിത സുചേത കൃപാലാനി. ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായിട്ട് ഉന്നയിച്ച വ്യക്തി ആരാണ്? ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായിട്ട് ഉന്നയിച്ചത് BN റാവു ആണ്. BN റാവു. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച വ്യക്തി? ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. മുദ്രാ ബാങ്ക് ആരംഭിച്ചതെന്നാണ്? മുദ്രാ ബാങ്ക് 2015 ഏപ്രിൽ 8 മുദ്രാ ബാങ്ക് ആരംഭിച്ചത്. 2015 ഏപ്രിൽ 8. രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ഉപദേശം ചോദിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ഉപദേശം ചോദിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 143 ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 143. ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത്? ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് വിവരാവകാശ നിയമമാണ് ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്ന് അറിയപ്പെടുന്നത്. വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം തമിഴ്നാടാണ്. 1997. നീതി ആയോഗിൻ്റെ ആദ്യത്തെ CEO? നീതി ആയോഗിൻ്റെ ആദ്യത്തെ CEO സിന്ധു ശ്രീ ഗുള്ളർ ആണ്. സിന്ധു ശ്രീ ഗുള്ളർ. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ CEO ആരെന്ന് കമൻറ്റ് ചെയ്യുക. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരൻ? സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ അമർത്യ സെൻ. ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം? ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഇടുക്കി ഡാമാണ്. ഇടുക്കി ഡാം. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ്? ഏറ്റവും ചെറിയത് പൂക്കോട് തടാകമാണ്. വയനാട് ജില്ലയിലെ പൂക്കോട് തടാകമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം. തുളസീദാസ്, കബീർദാസ്, മീരാബായി എന്നിവരുടെ ഭക്തിഗാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെട്ടു വന്ന ആസാമിലെ നൃത്ത സംഗീത രൂപം? ആരുടെയെല്ലാമാണ്? തുളസീദാസ്, കബീർദാസ്, മീരാബായി എന്നിവരുടെ ഭക്തിഗാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെട്ടു വന്ന ആസാമിലെ നൃത്ത സംഗീത രൂപമാണ് സാത്രിയ. സാത്രിയ എവിടുത്തെ നൃത്തരൂപമാണ്? ആസാമിലെ നൃത്തരൂപമാണ്. ദ്രോണാചാര്യ അവാർഡ് ആർക്കാണ് നൽകുന്നത്? ദ്രോണാചാര്യ അവാർഡ് നൽകുന്നത് മികച്ച കായിക പരിശീലകർക്കാണ്. മികച്ച കായിക പരിശീലകർക്ക് നൽകുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ്. ഇന്ത്യൻ ഗവർണറായ ആദ്യ മലയാളി ആരാണ്? ഇന്ത്യൻ ഗവർണറായ ആദ്യത്തെ മലയാളിയാണ് VP മേനോൻ. ജയ് ജവാൻ, ജയ് കിസാൻ, ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയത്? ജയ് ജവാൻ, ജയ് കിസാൻ, ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് അടൽ ബിഹാരി വാജ്പേയി ആണ്. അടൽ ബിഹാരി വാജ്പേയി. പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്ന സംസ്ഥാനം? പൂക്കളുടെ താഴ്വര ഉത്തരാഖണ്ഡ്. ദൈവത്തിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? കുളുവാണ്. ഇടിയെക്കുറിച്ചുള്ള പഠനം? ഇടിയെക്കുറിച്ചുള്ള പഠനമാണ് ബ്രോൻഡോളജി. ബ്രോൻഡോളജി ഇടിയെക്കുറിച്ചുള്ള പഠനം. മിന്നലിനെ കുറിച്ചുള്ള പഠനമാണ് മിന്നലിനെക്കുറിച്ചുള്ള പഠനം ഫുൾമിനോളജി. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഏതാണ്? പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായിട്ടുള്ള ബലമാണ് ഗുരുത്വാകർഷണ ബലം അഥവാ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ഏതാണ്? ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ടൈറ്റാനിയമാണ്. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? സിലിക്കൺ ആണ്. സിലിക്കൺ.
ഇന്ത്യൻ സെക്യൂരിറ്റി പ്രസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യൻ സെക്യൂരിറ്റി പ്രസ് നാസിക്കിലാണ്. കേരളത്തിൻ്റെ ആദ്യത്തെ സാഹിത്യ മാസിക വിദ്യാവിലാസിനി. പഞ്ചാബി ഭാഷയുടെ ലിപി ഏതാണ്? പഞ്ചാബി ഭാഷയുടെ ലിപി ഗുരുമുഖി ലിപി. ഗുരുമുഖി ലിപി ഏത് ഭാഷയുടെ ലിപിയാണ്? പഞ്ചാബി ഭാഷയുടെ ലിപിയാണ് ഗുരുമുഖി ലിപി. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ പ്രാചീന സർവകലാശാല നളന്ദ സർവകലാശാല. മരുഭൂമിയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന കാറ്റ് വാണിജ്യവാദമാണ് മരുഭൂമിയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന കാറ്റ്. ഇന്ത്യയിൽ ആദ്യമായി എണ്ണ നിക്ഷേപം കണ്ടെത്തിയ സംസ്ഥാനം ആസാമാണ്. ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യനെന്ന് അംബേദ്കറെ വിശേഷിപ്പിച്ചത് ആരാണ്? ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യനെന്ന് അംബേദ്കറെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ജമ്മു കാശ്മീർ വിഭജന ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? ജമ്മു കാശ്മീർ വിഭജന ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത് അമിത് ഷാ. കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയെയും ശ്രീലങ്കയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സേതു സമുദ്രം പദ്ധതി എവിടെയാണ് നിർമ്മിക്കുന്നത്? ഇന്ത്യയെയും ശ്രീലങ്കയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സേതു സമുദ്രം പദ്ധതി പാക് കടലിടുക്കിലാണ്. മനുഷ്യ ശരീരത്തിലെ അനുബന്ധ അസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 126. നിരോക്സീകരണം സംഭവിക്കുന്ന ഇലക്ട്രോഡ് കാഥോഡാണ്. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. 38,863 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിൻ്റെ വിസ്തീർണം. കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രതിമ ആരുടേതാണ്? വേലുത്തമ്പി ദളവയുടേതാണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രതിമ. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്ത്. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷപാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഇന്ത്യൻ മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിന്റെ ജന്മദിനമായ ഡിസംബർ 23 ഏത് ദിനമായാണ് ഇന്ത്യയിൽ ആചരിക്കുന്നത്? കർഷക ദിനമായിട്ടാണ്. ഇന്ത്യൻ മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിന്റെ ജന്മദിനമായ ഡിസംബർ 23 കർഷക ദിനമായിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നു. മൈൻഡ് മാസ്റ്റർ എന്ന ആത്മകഥ ആരുടേതാണ്? ആത്മകഥയുടെ പേര് മൈൻഡ് മാസ്റ്റർ വിശ്വനാഥൻ ആനന്ദിൻ്റെതാണ്. പുരുഷന്മാരുടെ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് മാച്ച് റഫറിയായ ആദ്യ വനിത GS ലക്ഷ്മിയാണ്. പുരുഷന്മാരുടെ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ മാച്ച് റഫറിയായ ആദ്യ വനിതയാണ് GS ലക്ഷ്മി. ആരുടെ ജന്മദിനമാണ് ദേശീയ ഗണിത ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നത്? S രാമാനുജന്റെ ജന്മദിനമായ ഡിസംബർ 22. ഏറ്റവും കൂടിയ വിശിഷ്ട താപധാരതയുള്ള മൂലകം ഹൈഡ്രജൻ. ആവർത്തന പട്ടികയിലെ ബ്ലോക്കുകളുടെ എണ്ണം 4. മാഷ് ടെസ്റ്റ് ഏതിൻ്റെ സാന്നിധ്യമാണ് നിർണ്ണയിക്കുന്നത്? ആഴ്സനിക്കിന്റെ സാന്നിധ്യമാണ് മാഷ് ടെസ്റ്റ് നിർണ്ണയിക്കുന്നത്. കുലീനവാതകങ്ങൾ എത്രാമത്തെ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്? 18ാമത്തെ ഗ്രൂപ്പിലാണ് കുലീനവാതകങ്ങൾ. 18ാമത്തെ ഗ്രൂപ്പ്. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് പരീതു പിള്ള. ഹണ്ടിങ്ടൺ രോഗം ബാധിക്കുന്നത് നാഡീവ്യവസ്ഥയാണ് ഹണ്ടിങ്ടൺ രോഗം ബാധിക്കുന്നത്. ഖാദി തുണിത്തരങ്ങളുടെ വിപണനത്തിനായി TP ഗോപാലപിള്ള രൂപീകരിച്ച പദ്ധതി രൂപീകരിച്ചത് TP ഗോപാലപിള്ളയാണ്. ഖാദി തുണിത്തരങ്ങളുടെ വിപണനത്തിനായി പദ്ധതിയുടെ പേര് 1 പൈസ നിക്ഷേപം. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി
അന്നാചാണ്ടി. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബാങ്ക് സിറ്റി യൂണിയൻ ബാങ്ക്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് സിറ്റി യൂണിയൻ ബാങ്ക്. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന റേഡിയോ ഐസോട്ടോപ്പ് കൊബാൾട്ട് 60. ശരീരത്തിൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്ന പ്രകാശകിരണം ഏതാണ്? അൾട്രാവയലറ്റ് ആണ് വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്ന പ്രകാശകിരണം. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം എണ്ണപ്പനയാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കിയ വർഷം? 2005. ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റിന്റെ പേര്? ഉഷ്ണക്കാറ്റാണ് ലൂ. കശുവണ്ടിയുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല? കശുവണ്ടിയുടെ നാട് കണ്ണൂരാണ്. വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ പാർലമെന്റ് അംഗം ആനി മസ്ക്രീൻ. രാജ്യസഭാംഗമായ ആദ്യത്തെ കേരളീയ വനിതയാണ് ലക്ഷ്മി എൻ മേനോൻ. മാലക്കണ്ണ് ഡാഷ് ജീവകത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്നു? ജീവകം എയുടെ അഭാവം മൂലമുണ്ടാകുന്നു. മലബാർ സിമന്റ് ഫാക്ടറി എവിടെയാണ്? വാളയാറാണ്. ആന്ധ്ര കേസരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നേതാവ് ടി പ്രകാശമാണ്. ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായ ലക്ഷദ്വീപ് ഏത് കടലിലാണ്? അറബിക്കടലിലാണ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്കോസ്റ്റിക്സ്. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം? ഡെങ്കിപ്പനിയാണ്. ത്വക്കിനെക്കുറിച്ചുള്ള പഠനം ഡെർമറ്റോളജി. ഏത് വിറ്റാമിന്റെ രാസനാമമാണ് കാൽസിഫെറോൾ എന്നത്? വിറ്റാമിൻ ഡിയുടെ രാസനാമമാണ്. ശ്വസനപഥത്തിലേക്ക് ആഹാരം കടക്കുന്നത് തടയുന്ന ഭാഗം എപ്പിഗ്ലോട്ടിസ് ആണ്. കേരളത്തിൽ ഒന്നാം നിയമസഭ നിലവിൽ വന്നത് എന്നാണ്? ഒന്നാമത്തെ നിയമസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 1-നാണ്. 1957 ഏപ്രിൽ 1-നാണ് ഒന്നാം നിയമസഭ നിലവിൽ വന്നത്. കേരളത്തിൽ ഒന്നാം മന്ത്രിസഭ നിലവിൽ വന്നതെന്നാണ്? 1957 ഏപ്രിൽ 5-നാണ്. 1957 ഏപ്രിൽ 5. ദൂരേക്കെറിയുന്ന കല്ലിന്റെ പതനം ഏത് തരം ചലനമാണ്? വക്രരേഖാചലനം. പ്രവേഗത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. അവസാനത്തെ ചോദ്യം: കേരളത്തിൽ ഗ്ലാസ് നിർമ്മാണത്തിനു പറ്റിയ വെളുത്ത മണൽ ലഭിക്കുന്ന സ്ഥലം ആലപ്പുഴയാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.